ഈയിടെ ഒരു ക്രൈസ്തവ ലെവലിലുള്ള ഒരു ബ്ലോഗറിൽ നിന്ന് അയാൾ എഴുതിയൊരു കുറിപ്പ് വായിച്ചു. മലബാറിലൂടെ സഞ്ചരിക്കുമ്പോൾ ഈ വെള്ള മാക്സിക്കാർ കൂടിയിരിക്കുകയാണ്, ഇത് വല്ലാത്തൊരു ദുരന്തത്തിൻ്റെ സൂചനയാണ്. എന്താ അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? ഇപ്പം സംവിധാനങ്ങൾ ഉണ്ടായപ്പോൾ നമ്മുടെ വിദ്യാർത്ഥികളും മതവിദ്യാർത്ഥികളും പണ്ഡിതന്മാരും ഒക്കെ ഈ നീളത്തിലുള്ള കന്തൂറ ധരിക്കാറുണ്ട്. അതവരുടെ ഒരു വസ്ത്രധാരണത്തിൻ്റെ രീതിയാണ്. പൊതുവെ അറബ് നാടുകളിലുള്ള മുസ്ലിങ്ങളൊക്കെ അത് ധരിക്കാറുണ്ട്. അപ്പോഴേക്ക് അതിൻ്റെ ഉള്ളിലേക്ക് വർഗീയത കടത്തിക്കൂട്ടുക. ഈ വെള്ളനേറ്റിക്കാർ വർദ്ധിച്ചിരിക്കുന്ന മലബാറിൽ അതൊരു ദുരന്തത്തിൻ്റെ മുന്നോടിയാണെന്ന് പറയാം. ഇയാൾ തെക്ക് ഭാഗത്തുനിന്ന് വന്നതാണ്. അവിടെ തലങ്ങും വിലങ്ങും വെള്ളനേറ്റിക്കാരാണ്. പക്ഷേ അവരുടെ പുറത്തൊരു ബെൽറ്റ് കെട്ടിയിട്ടുണ്ടാവുമെന്ന് മാത്രം. ഇയാൾ തെക്ക് ഭാഗത്തുനിന്ന് വന്ന ഒരാൾ മലബാറിലെത്തി വെള്ളനേറ്റിക്കാരെ കണ്ടപ്പത്തിന് ദുരന്തത്തിൻ്റെ സൂചനയായിട്ട് മനസ്സിലാക്കുക. അയാൾ വരുന്ന തിരുവിതാംകൂർ ഭാഗമോ വെള്ളനേറ്റിക്കാർ മാത്രം സമരം ചെയ്യാൻ വരെ വെള്ളനേറ്റിക്കാർ. ഈ വെള്ളനേറ്റിക്കാർ മൊത്തം ഇറങ്ങിയിട്ട് ഒരാവശ്യമില്ലാത്ത കാര്യത്തിൽ ബഹളം വെക്കുന്നത് വരെ നമ്മൾ കാണുന്നുണ്ട്. ഒരു വ്യത്യാസം മാത്രം, ഈ അവിടുത്തെ വെള്ളനേറ്റിക്കാരുടെ ബെൽറ്റ് പുറത്തായിരിക്കും, ഇവിടുത്തെ വെള്ളനേറ്റിക്കാരുടേത് ബെൽറ്റ് ഉള്ളിലായിരിക്കും. പക്ഷെ ബെൽറ്റ് ഉള്ളിലാകുമ്പോഴേക്കും അത് വർഗീയതയും ഭീകരതയും ആകും. ഈ രീതിയിലേക്ക് സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ആരും ശ്രമിക്കരുത് എന്ന് വിനയത്തോടുകൂടെ ഈ നാടിൻ്റെ നന്മ ഉദ്ദേശിച്ചുകൊണ്ട് നമ്മൾ പറയേണ്ടതുണ്ട്, ഉറക്കെ പറയേണ്ടതുണ്ട്.